ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അവസാനമായിട്ട് നടന്ന ഒരുവിധം എല്ലാ SSC പരീക്ഷകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ വളരെ അപൂർവമായിട്ട് ഓരോരോ മ്യൂസീഷ്യൻസിനെ തന്നിട്ട് അവരുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻ്റ് ഏതാണ്, അല്ലെങ്കിൽ ആ ചോദിക്കുന്ന ആൾ തന്നെ എന്ത് തന്നെയാണ്, എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ആളുകൾ തന്നെയാണ്, അതേപോലെ സ്ഥിരം ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ്, അങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമ്മൾ PYQ എടുത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, കുറച്ചധികം പുതിയ ചോദ്യങ്ങളും കുറച്ചധികം നല്ല ഫാക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു 50-50 ആയിട്ടുള്ളൂ. പഴയ ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഒരു 50% ആവർത്തിക്കുമ്പോൾ ഒരു 50%-ഓളം ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ചോദ്യങ്ങളും ഓൾറെഡി നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ആളുകളെ പറ്റിയും അവരുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഇന്ത്യൻ മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ SSC പരീക്ഷയ്ക്ക് പോകുന്ന ഒരാൾ സ്കിപ്പ് ചെയ്താത്ത ടോപ്പിക്കാണ്. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് പഠിക്കേണ്ടുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പോവാം. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ മ്യൂസീഷ്യൻ രവിശങ്കർ വൺ ഹിസ് ഫസ്റ്റ് ഗ്രാമി അവാർഡ് ഇൻ 1968. ഇന്ത്യൻ മ്യൂസീഷ്യൻ ആയിട്ടുള്ള രവിശങ്കർ എന്ന് പറയുന്നത്, അല്ലെ, രവിശങ്കർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിത്താർ മാസ്റ്ററോ ആണ്, അല്ലെ, സിത്താറിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, രവിശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗ്രാമി അവാർഡ് 1968 വാങ്ങി എന്നാണ് പറയുന്നത്. അവിടെ ഒരു ചെറിയ കറക്ഷൻ ഞാൻ പറഞ്ഞോട്ടെ, ഇത് 1968 കാണുന്നുണ്ട്, അതേസമയം നോക്കുമ്പോൾ 1967 കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു ഫാക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി, 67 അല്ലെങ്കിൽ 68 എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ആദ്യത്തെ ഗ്രാമി അവാർഡ് ഫോർ ബെസ്റ്റ് ചേംബർ മ്യൂസിക് പെർഫോമൻസിനാണ് കിട്ടിയത്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഡൺ ബൈ ഹിം, ചെയ്ത ഏത് വർക്കിനാണ് അത് കിട്ടിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ബേസിക്കലി ചോദ്യം ഇത്രയേ ഉള്ളൂ: 1967 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രാമി അവാർഡ് വാങ്ങുമ്പോൾ ആ രവിശങ്കറിന് ആ ഗ്രാമി അവാർഡ് കിട്ടാൻ പ്രാപ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ ആൽബം ഏതാണ്, അല്ലെങ്കിൽ വർക്ക് ഏതാണെന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്, 2 ദ കോൺസേർട്ട് ഫോർ ബംഗ്ലാദേശ്, 3 ദ സൗണ്ട്സ് ഓഫ് ഇന്ത്യ, 4 ദ ഫുൾ സർക്കിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ആൽബവും ആരുടെ തന്നെയാണ്, ഈ പറയുന്ന പണ്ഡിറ്റ് രവിശങ്കറുടെ തന്നെ 4 ആൽബങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. കണ്ട, ഓപ്ഷൻസ് ഒക്കെ കുറച്ചും കൂടെ എന്താവാൻ തുടങ്ങി, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളത് വരാൻ തുടങ്ങി ഈ ഒരു ടോപ്പിക്കിന്. ഇതിലേതാണ് അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയ വർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാമിക്ക് പ്രാപ്തനാക്കിയ വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്നാണ്. ഇദ്ദേഹം യഹൂദി മെനൂഹിൻ എന്ന് പറയുന്നത്, ആ പേരൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. എന്തായാലും മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഒരു വയലിൻ മാസ്ട്രോൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂഷൻ പോലെ വന്നൊരു ആൽബമാണ് എന്ന് പറയുന്നത് വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ പേര് ഇപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവും, വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ രവിശങ്കർ ഒരു സ്പെഷ്യാലിറ്റി അതാണ്, ഇത്തരത്തിലുള്ള ഫ്യൂഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ എന്തായാലും ഇദ്ദേഹത്തിന് ആദ്യത്തെ ഗ്രാമി അവാർഡിന് പ്രാപ്തനാക്കിയ ആൽബം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. 1-2 കാര്യങ്ങളോട് ഇദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞോട്ടെ. ഇദ്ദേഹത്തിൻ്റെ ഗുരു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് അലാവുദ്ദീൻ ഖാനാണ്. ഈ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം, വഴിയെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പം ഇത്രയും ഓർത്തിരിക്കുക, രവിശങ്കറിന്റെ ഗുരു ആണ് ആരെന്ന് പറയുന്നത്, അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്നത്. അതുപോലെ പിന്നെ രവിശങ്കറിനെ പറ്റി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന രവിശങ്കറുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഗുരു ആരാണ് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ ലൈഫ് മൈ മ്യൂസിക് എന്ത് ചെയ്തിട്ടുള്ളതാണ്, പല തവണ ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ രവിശങ്കറുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇതെന്ന് പറയുന്നത് മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ ഓർക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1999 ഇദ്ദേഹം നമ്മുടെ രാജ്യം, നമ്മുടെ ഏറ്റവും പരമോന്നത പുരസ്കാരമായിരുന്ന ഭാരത് രത്ന നൽകി എന്ത് ചെയ്യുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എന്നുകൂടെ എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇദ്ദേഹത്തിന് കിട്ടിയ വർഷമൊക്കെ, രവിശങ്കറിന് കിട്ടിയ വർഷമൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ അത് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ ചോദിച്ചേക്കാം. ഭാരത് രത്ന കിട്ടിയത് 1999 രവിശങ്കറിനും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇന്ത്യ കണ്ട ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഫൈനസ്റ്റ് മ്യൂസീഷ്യൻസിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്, രവിശങ്കർ എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആദ്യം ഓർക്കേണ്ടുന്ന പോയിന്റ്, ചോദ്യങ്ങൾ വെച്ച് തന്നെ ഞാൻ പറയാം. ആദ്യം ഓർക്കേണ്ടുന്ന പോയിന്റ്, രവിശങ്കർ ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സിത്താറാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ഗ്രാമി അവാർഡ് കിട്ടാൻ കാരണമായിട്ടുള്ള
ആൽബം എന്ന് പറയുന്നത് വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് അലാവുദ്ദീൻ ഖാനാണ്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് മൈ ലൈഫ് മൈ മ്യൂസിക് ആണ്. 1999 രാജ്യം അദ്ദേഹത്തെ എന്ത് ചെയ്തു? ഭാരത് രത്ന നൽകി ആദരിച്ചു എന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പം 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കിട്ടിയിലോട്ട് ചോദ്യത്തിൽ നിന്ന് അടുത്തിലോട്ട് പോകാലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ്. അയ്യോ, അതിന് മുമ്പ് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ചോദ്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ രവിശങ്കർ വൺ ഹിസ് ഫസ്റ്റ് ഗ്രാമി അവാർഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾ വേറെ രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഗ്രാമി അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഈ രവിശങ്കർ തന്നെയാട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗ്രാമി എന്നുള്ള രീതിയിലാണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ കമ്പോസർ ടു വിൻ ദ ഗ്രാമി അവാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം പറയേണ്ടത് എന്ത് തന്നെയാണ്? രവിശങ്കറാണ്. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിലൊരു കൺഫ്യൂഷൻ വരരുത്. അതുകൊണ്ടാണ് ഞാൻ അതോടെ പറയുന്നത്. ഗ്രാമി അവാർഡ് കിട്ടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്, ആദ്യത്തെ ഇന്ത്യൻ മ്യൂസീഷ്യൻ ആരാണ്, ആദ്യത്തെ ഇന്ത്യൻ കമ്പോസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? രവിശങ്കറാണ്. അപ്പോൾ നമ്മൾ 6 ചോദ്യം പഠിച്ച് ഇനി എനിക്ക് എന്ത് ചെയ്യാം? സമാധാനത്തോടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയുന്നതാണ്. ദ തെലുഗു മൂവി RRR അല്ലേ, ഓളമായിരുന്ന സിനിമയാണ്. ബൈ വിന്നിങ് എ ഗോൾഡൻ ഗ്ലോബ് ഫോർ ദ നാട്ടു നാട്ടു സോങ്. ഗോൾഡൻ ഗ്ലോബ് മാത്രമല്ല, അത് കഴിഞ്ഞ് എന്തും കിട്ടിയിട്ടുണ്ട്? ഓസ്കാറും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ ദ നാട്ടു നാട്ടു സോങ് കമ്പോസ്ഡ് ബൈ ഹൂ എമംഗ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റീസ്. ബേസിക്കലി ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ RRR എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? അതിനാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമായാലും അത് കഴിഞ്ഞ് ഓസ്കാർ പുരസ്കാരമായാലും എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. അത് ശങ്കർ ഹസൻ ലോയോ, മെർവിൻ സോളമനോ, AR റഹ്മാനോ അല്ല. അത് ചെയ്ത ആളുടെ പേര് MM കീരവാണി എന്നാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. നമുക്കറിയുന്ന കാര്യമാണ്. ഇത് ഡയറക്റ്റ് ചെയ്ത രാജമൗലി അല്ലേ. RRR ആര് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടമാണ്? രാജമൗലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ സിനിമകളുണ്ട്. മഗധീരുണ്ട്, അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഇറങ്ങിയ ബാഹുബലി അല്ലേ, ബാഹുബലി 1 ഉം 2 അല്ലാണ്ട് ഈ ചിത്രങ്ങളുടെ എല്ലാം സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആര് തന്നെയാണ്? ഈ പറയുന്ന കീരവാണി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സിനിമകളുടെ എല്ലാം സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സ്ഥിരം മ്യൂസിക് ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത്? MM കീരവാണി എന്നോട് ഓർത്തു വയ്ക്കുക. ചോദ്യം അത്ര എന്താ പറയുക, ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യം കൂടിയാണ്. എന്നിരിക്കലും എന്ത് ചെയ്യുക? ഓർക്കുക. കാരണം ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളതാണ്? എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളതാണ്? ഓസ്കാർ എത്തിയിട്ടുള്ളതാണ്. 2023 ഓസ്കാറിൻ്റെ കഥയാണ് എന്ത് ചെയ്തത്? നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതും കിട്ടിയില്ലേ? എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ മ്യൂസീഷ്യൻ ഹു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സരോദ്. സരോദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന 4 എണ്ണത്തിലെ മ്യൂസീഷ്യൻ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്ന വിലായത്ത് ഖാനാണ്. വിലായത്ത് ഖാൻ രവിശങ്കറിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പഠിക്കുന്ന പേരാണ്. സിത്താറിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വിലായത്ത് ഖാൻ എന്ന് പറയുന്നത്. ഹരിപ്രസാദ് ചൗരസ്യ പിന്നെ സ്ഥിരം ചോദ്യമാണ് അദ്ദേഹത്തിന്. എന്താണ്? ഫ്ലൂട്ട് അല്ലേ, അല്ലെങ്കിൽ ബാൻസുരി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതും SSC CHSL കഴിഞ്ഞ വട്ടം ചോദിച്ചു. ഫ്ലൂട്ടിൻ്റെ മറ്റൊരു പേര് എന്താണെന്നുള്ളത്? ബാൻസുരി, ഓടക്കുഴൽ, ഫ്ലൂട്ടാണ് ഇതെന്ന് പറയുന്നത് ഹരിപ്രസാദ് ചൗരസ്യയുടെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് അന്നപൂർണ ദേവിയാണ്. അന്നപൂർണ ദേവി ഒരു മ്യൂസീഷ്യനൊക്കെയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഓർത്തു വെച്ചാൽ മതി. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലേക്ക് ഒരു മ്യൂസീഷ്യനാണ് അന്നപൂർണ ദേവി എന്ന് പറയുന്നത്. പിന്നുള്ളത് അലാവുദ്ദീൻ ഖാനാണ്. അലാവുദ്ദീൻ ഖാനാണ് എന്ത് ചെയ്യുന്നത്? സരോദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ആക്ച്വലി ഈ അലാവുദ്ദീൻ ഖാൻ്റെ മോളാണ് ആരെന്ന് പറയുന്നത്? അന്നപൂർണ ദേവി എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് മൈഹർ ഘരാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഘരാന എന്ത് ചെയ്യുന്നത്? സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടർ നോക്കുമ്പോൾ ചില സ്ഥലത്ത് അന്നപൂർണ ദേവി എന്ന് കാണാറുണ്ട്, ചില സ്ഥലത്ത് അലാവുദ്ദീൻ ഖാൻ എന്ന് കാണാറുണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നാണ്. ആക്ച്വലി അന്നപൂർണ ദേവി ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന പിതാവുമായിരുന്ന അച്ഛനുമായിരുന്ന അലാവുദ്ദീൻ ഖാനും ചേർന്ന് സൃഷ്ടിച്ചതാണെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. ഘരാനയൊക്കെ എന്താണെന്ന് അറിയുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ഞാൻ ഇന്ത്യൻ മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയേണ്ടെന്ന് ഈ പറയുന്ന എല്ലാ ടോപ്പിക്കും ചേർത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഈ മൈഹർ ഘരാന എന്ന് ഘരാന എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓരോരോ ഏരിയ അനുസരിച്ചുള്ള മ്യൂസിക്കിൽ വരുന്ന, ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഘരാന എന്ന് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, നമ്മൾ ഈ പല ഡയലക്റ്റുകളില്ലേ. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർകാർക്കൊരു ഭാഷ, പാലക്കാടുകാർക്കൊരു ഭാഷ, എറണാകുളംകാർക്കൊരു ഭാഷ, അങ്ങനെ ഓരോ ജില്ലാടിസ്ഥാനത്തിൽ മാറില്ലേ. അതുപോലെ സംഗീതത്തിൽ വിവരമുള്ളവർ സംഗീതം ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ലോക്കൽ ആ ഒരു സ്റ്റൈൽ എന്ത് ചെയ്യും? അതിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ അത് അതിൽ വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഘരാന എന്ന് പറയുന്നത്. ഫാമിലി ബേസിൽ വരുന്നതൊക്കെ എന്തുണ്ട്? സ്ഥലം ബേസ് വരുന്നതുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പ്രശസ്തമായ ഒരു ഘരാനയാണ് അത്ര മൈഹർ ഘരാന എന്ന് പറയുന്നത്. ഈ മൈഹർ ഘരാന അലാവുദ്ദീൻ ഖാനും അന്നപൂർണ ദേവിയും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ഓർക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലാവുദ്ദീൻ ഖാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുറച്ച് മുമ്പ് ഞാനൊരു അലാവുദ്ദീൻ ഖാനെ പറ്റി പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ ഞാൻ പറഞ്ഞത്? ഈ രവിശങ്കർ എന്ന് പറയുന്ന സിത്താർ മാസ്ട്രോയുടെ
ഗുരുവായിരുന്നു ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അലാവുദ്ദീൻ ഖാന് 2 കാര്യങ്ങൾ കിട്ടി. ഒന്ന്, അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി സരോദ് എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം മൈഹർ ഘരാനയുടെ വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ആണെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലാവുദ്ദീൻ ഖാന്റെ മോളാണ് അന്നപൂർണ്ണ ദേവി, അവരും ഈ ഗ്രൂപ്പിലുണ്ട്. പിന്നെ വേണമെങ്കിൽ അലാവുദ്ദീൻ ഖാന്റെ ശിഷ്യനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കർ എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പിന്നെ ഇതിൽ മറക്കരുതാത്ത കാര്യം ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട്, മക്കളെ കയ്യും കണക്കൂലാതെ ചോദിച്ചിട്ടുള്ളതാണ് ഹരിപ്രസാദ് ചൗരസ്യയുടെ ഫ്ലൂട്ട് അല്ലെങ്കിൽ ബാൻസുരി എന്ന് പറയുന്നത്, മറക്കരുത്. ഫ്ലൂട്ടിന്റെ മറ്റൊരു പേരാണ് ബാൻസുരി, അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. കാരണം ഈ കഴിഞ്ഞ CHSL ചോദിച്ചാണ് ഫ്ലൂട്ടിന്റെ ഇന്ത്യൻ പേര് എന്താണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ്. വിലായത്ത് ഖാൻ സിത്താറും ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. ഇപ്പൊ ചോദ്യങ്ങൾ സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിലായത്ത് ഖാൻ സിത്താർ 1, ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ട് 2, ഫ്ലൂട്ടിൻ്റെ മറ്റൊരു പേര് ബാൻസുരി 3, അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്ന വ്യക്തി സരോദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 4, അലാവുദ്ദീൻ ഖാൻ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവാണ് എന്നുള്ളത് 5, അലാവുദ്ദീൻ ഖാനും അന്നപൂർണ്ണ ദേവിയും കൂടിയാണ് മൈഹർ ഘരാന എന്ന് പറയുന്ന ഘരാന സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് 6. അപ്പോൾ ഒരു ചോദ്യത്തിൽ നിന്ന് 6 ചോദ്യം കിട്ടിയേ. തൊട്ട് മുമ്പ് നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 5 എണ്ണം പഠിച്ചു അല്ലേ? 10-12 ചോദ്യം ഇപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതാണ് അലാവുദ്ദീൻ ഖാൻ ട്ടോ. ചിത്രം ഞാൻ കാണിച്ചു തരാൻ എന്ത് ചെയ്തു, മറന്നുപോയി. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഇൻ 2019 എ മൈനർ പ്ലാനറ്റ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ, മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു മൈനർ പ്ലാനറ്റിന് വാസ് നെയ്മഡ് ആഫ്റ്റർ ഹൂം എമംഗ് ദ ഫോളോയിങ് ഇന്ത്യൻ മ്യൂസീഷ്യൻസ്, ഒരു ഇന്ത്യൻ മ്യൂസീഷ്യൻ്റെ പേര് കൊടുത്തത്രേ ബൈ ദ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ, IAU അല്ലെങ്കിൽ അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ 2019 മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു മൈനർ പ്ലാനറ്റിന് എന്ത് ചെയ്യുകയുണ്ടായി, ഒരു ഇന്ത്യൻ മ്യൂസീഷ്യൻ്റെ പേര് കൊടുക്കുകയുണ്ടായി. ആരാണ് ആ വ്യക്തി എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഹരിപ്രസാദ്, പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യാണ്. അദ്ദേഹം എന്താണ്, ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിനാണ് പേര് കൊടുത്തതെന്ന് എന്ത് ചെയ്യില്ല, നമുക്കറിയില്ല. പിന്നെ തന്നിരിക്കുന്നത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കർ എന്താണ്, സിത്താറാണെന്ന് നമുക്കറിയാം. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ തലയിൽ നിൽക്കാനായിട്ടാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളായതുകൊണ്ടും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടുമാണ്. ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഇപ്പോൾ നമുക്കറിയില്ല. പടം ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ട് രവിശങ്കർ അല്ല എന്നിപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. ബിക്കോസ് രവിശങ്കറുടെ ഫേസ് ഒക്കെ നമുക്ക് കുറച്ച് പരിചയമുള്ളതാണ്. മൂന്നാമത്തേതുള്ളത് ഉസ്താദ് സക്കീർ ഹുസൈൻ ആണ്. ഉസ്താദ് സക്കീർ ഹുസൈൻ ഫേമസ് ആവുന്ന എന്തിലാണ്, തബ്ലയിലാണ്. ഇത് മൂന്നും വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയണം. ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ടാണ്, രവിശങ്കർ സിത്താറാണ്, സക്കീർ ഹുസൈൻ തബലയാണ്. നാലാമതായിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് ജസ്രാജ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു സിംഗറാണ്, വോക്കലിസ്റ്റ് ആണ്, മ്യൂസീഷ്യൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, സിംഗറാണ്. ഈ പണ്ഡിറ്റ് ജസ്രാജിൻ്റെ പേരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 2019 മാർസിനും ജൂപ്പിറ്ററിനും ഇടയ്ക്കുള്ള ഒരു മൈനർ പ്ലാനറ്റിന് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ ആസ്ട്രോണമിക്കൽ യൂണിയൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, 4 ചോദ്യം ഞാൻ പഠിപ്പിച്ചു. ഒന്ന്, ഈ പറയുന്ന പേരിട്ടിരിക്കുന്നത് പണ്ഡിറ്റ് ജസ്രാജിൻ്റെ ആണ് എന്ന് ഓർത്തു വയ്ക്കാം. അതിനോടൊപ്പം തന്നെ ഹരിപ്രസാദ് ചൗരസ്യ ഫ്ലൂട്ടുമായിട്ടും രവിശങ്കർ സിത്താറുമായിട്ടും സക്കീർ ഹുസൈൻ തബലയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമൊന്നുമല്ല, റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സോ 2004 വർഷം 5 വർഷം കഴിഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. സോ കറണ്ട് അഫയേഴ്സ് ആണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കരുത്. ഇനിയും എന്ത് ചെയ്യാം, ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ മൈനർ പ്ലാനറ്റിന് പേരിട്ടിരിക്കുന്നത് പണ്ഡിറ്റ് ജസ്രാജ് എന്നാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പണ്ഡിറ്റ് ജസ്രാജ് എന്ന് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം 2020 മരണപ്പെട്ടതാണ്. അപ്പോൾ അതും എഗെയിൻ എന്തല്ല, കറണ്ട് അഫയേഴ്സ് പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം ലൈൻ അല്ല. സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാതിരിക്കുക, മറക്കാതിരിക്കുക. അപ്പോൾ അതും കിട്ടിയില്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. പണ്ഡിറ്റ് കിഷൻ മഹാരാജ് ഓഫ് ബനാറസ് ഘരാന വാസ് എ ഡാഷ് പ്ലെയർ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നിങ്ങളോട് പറഞ്ഞു, സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി തബലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല തബല പ്ലെയേഴ്സിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചേർത്ത് വെക്കേണ്ടുന്ന മറ്റൊരു പേരാണ് പണ്ഡിറ്റ് കിഷൻ മഹാരാജ് എന്ന് പറയുന്നത്. പണ്ഡിറ്റ് കിഷൻ മഹാരാജ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തനായ ഒരു തബല പ്ലെയർ ആയിരുന്നു എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ ഓർക്കാൻ പറഞ്ഞ മറ്റൊരു പേരെന്ന് പറയുന്നത് സക്കീർ ഹുസൈൻ്റെ ആയിരുന്നു. സക്കീർ ഹുസൈൻ എന്താണ്, തബല പ്ലെയർ ആണ്. നമ്മുടെ ലാലേട്ടൻ പ്രജ എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. ആ സക്കീർ ഹുസൈൻ അല്ല, ഇത് തബല പ്ലെയർ ആയിട്ടുള്ള എന്താണ്, സക്കീർ ഹുസൈൻ ആണ്.
രണ്ടാമത് നമുക്ക് ആര് തന്നെ പറയാം, പണ്ഡിറ്റ് കിഷൻ മഹാരാജ് തന്നെ പറയാം. രണ്ടാമത് ആരുണ്ട്, പണ്ഡിറ്റ് കിഷൻ മഹാരാജ് ഉണ്ട്. ഞാൻ 2 പേരുകളുടെ തബല പറഞ്ഞുതരാം. മൂന്നാമതായിട്ട് ഓർക്കേണ്ടതാണ് തന്മയ് ബോസ്. സക്കീർ ഹുസൈൻ്റെ അത്രയോ പണ്ഡിറ്റ് കിഷൻ മഹാരാജിൻ്റെ അത്രയോ ചോദിച്ചിട്ടില്ല എങ്കിലും തന്മയ് ബോസും എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല തുടക്കത്തിൽ കാണുന്ന പുതിയ പേരുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് തന്മയ് ബോസ് എന്ന് പറയുന്നത്. താത്ത എന്ന് ഓർത്ത് വെച്ചാൽ മതി. തന്മയ് ബോസിലും തായുണ്ട്, തബലയിലും എന്തുണ്ട്, തായുണ്ട്. നാലാമത്തേതാണ് പണ്ഡിറ്റ് സ്വപ്പൻ ചൗധരി. ഇതും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ചോദ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കരമായ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ തബലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പേരുകൾ: 1 സക്കീർ ഹുസൈൻ, 2 പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, 3 തന്മയ് ബോസ്, 4 പണ്ഡിറ്റ് സ്വപ്പൻ ചൗധരി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ അതും കിട്ടിയില്ലേ. ഇതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ പണ്ഡിറ്റ് കിഷൻ മഹാരാജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിത്താർ പ്ലേയേഴ്സ് വാസ് അവാർഡഡ് ദ ഭാരത് രത്ന ഇൻ ദ ഇയർ 1999? കഥ മൊത്തം നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞത് അല്ലേ. ആർക്കാണ് 1999 ഭാരത് രത്ന കിട്ടിയത്? അദ്ദേഹം എന്ത് പ്ലേ ചെയ്യുന്ന ആളാണ്, സിത്താർ പ്ലേ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1999 രാജ്യം ഭാരത് രത്ന നൽകി ആദരിച്ച സിത്താർ പ്ലെയറുടെ പേര് ഭീംസേൻ ജോഷി എന്നോ ഹരിപ്രസാദ് ചൗരസി എന്നോ ഭൂപൻ ഹസാരിക എന്നോ അല്ല. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, പണ്ഡിറ്റ് രവിശങ്കർ എന്നാണ് എന്ന് എന്ത് ചെയ്യുകയുണ്ടായി, കുറച്ച് മുമ്പേ തന്നെ നമ്മൾ പറയുകയുണ്ടായി. ഇനി ഇതിൽ ഓപ്ഷൻസിലൂടെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭീംസെൻ ജോഷി എന്ന് പറയുന്നത് എന്താണ്, വോക്കലിസ്റ്റ് ആണ്, പാടുന്ന ആളാണ്. രവിശങ്കർ ഓൾറെഡി നമുക്കറിയാം. വീണ്ടും ഞാൻ എഴുതുന്നു, സിത്താറാണ്. വീണ്ടും അതൊരിക്കലും എന്ത് ചെയ്യരുത്, മറക്കരുത്. അദ്ദേഹത്തിൻ്റെ ഈ കയ്യിലിരിക്കുന്ന സംഭവമാണ് എന്ന് പറയുന്നത് സിത്താർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലും കർണാട്ടിക് മ്യൂസിക്കിലും ഒക്കെ നമ്മൾ വീണ ഉപയോഗിക്കില്ലേ, അപ്പോൾ അതിന് ബദലായിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതെന്ന് പറയുന്നത്, സിത്താർ എന്ന് പറയുന്നത്. ഹരിപ്രസാദ് ചൗരസി അപ്പോൾ എത്ര ഓപ്ഷനിൽ കണ്ടു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫ്ലൂട്ടിൻ്റെ ആളാണ്. ഭൂപൻ ഹസാരിക എഗെയിൻ എന്ത് തന്നെയാണ്, ഒരു വോക്കലിസ്റ്റ് ആണെന്നും ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ചോദ്യങ്ങളിൽ പറയുന്ന ഫാക്റ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻസ് കൊടുത്ത് നോട്ട് ചെയ്ത് വെക്കണം. അത് പിന്നീട് എന്ത് ചെയ്യാം, ഉത്തരമായിട്ട് വരുന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭാരത് രത്ന 1999 കിട്ടിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഈ പറയുന്നത് പോലെ പണ്ഡിറ്റ് രവിശങ്കർക്ക് ഭാരത് രത്ന കിട്ടിയ വർഷം ഏതാണ് എന്ന് ചോദിക്കാനുള്ള സാധ്യത എന്താണ്, വളരെ കൂടുതലാണ്. സോ മറക്കരുത്, 1999 ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ, സംശയമില്ലല്ലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. എഗെയിൻ ഒരു മെയിൻ സ്ട്രീം ചോദ്യമല്ല, അങ്ങനെ ഒരിക്കലും ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യം തന്നെയാണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ദ മഹാറാണ ഓഫ് മേവാർ? മേവാറിലെ മഹാറാണിയായിരുന്ന കമ്പോസ്ഡ് ഓൺ എ ബുക്ക് ഓൺ മ്യൂസിക് കാൾഡ് സംഗീത് രാജ്. സംഗീതത്തിൽ സംഗീത് രാജ് എന്ന് പറയുന്ന ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ള മേവാറിലെ മഹാറാണയുടെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മഹാറാണ സംഘ എന്നോ മഹാറാണ പ്രതാപ് എന്നോ മഹാറാണ ഉദയ് സിംഗ് എന്നോ അല്ല, മഹാറാണ കുംഭ എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മക്കളെ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ഒരു ചോദ്യം. മഹാറാണ ഓഫ് മേവാർ, മേവാറിലെ മഹാറാണിയായിരുന്ന ആരാണ് സംഗീതത്തെപ്പറ്റി സംഗീത് രാജ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. എഴുതിയ ആളുടെ പേരെന്താണ്, മഹാറാണ കുംഭ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയ ആളുടെ പേരെന്ന് പറയുന്നത്. ഈ സംഗീതത്തിൻ്റെ തുടക്കത്തെ പറ്റി പറയുമ്പോൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സംഗീതവുമായി ബന്ധപ്പെട്ട വേദം എന്താണ്, അല്ലെങ്കിൽ ഏത് വേദത്തിലാണ് സംഗീതത്തെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 4 വേദങ്ങളാണുള്ളത്. അതിൽ സംഗീതത്തെപ്പറ്റി സംസാരിക്കുന്ന വേദം എന്താണ്, സാമവേദമാണ്. ഞാൻ സാ തന്നെ ഓർക്കാനാണ് പറഞ്ഞത്. സരിഗമ പദനി സാ, സംഗീതം എല്ലാത്തിലും എന്തുണ്ട്, സാ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ സാ അല്ലേ, ആ സാധനമല്ലേ വരിക. അപ്പോൾ എന്തായാലും എന്താണ്, സാ ഉള്ളതുകൊണ്ട് സാമവേദം എന്താണ്, സംഗീതമാണെന്ന് എന്ത് ചെയ്യാം, നമുക്കറിയാം. പിന്നെ നമ്മൾ ഈ മ്യൂസിക്കിനെ പറ്റി പറയുമ്പോൾ പറയേണ്ടുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ ഉദയനാണ് താരം എന്ന ഒറ്റ സിനിമയിലൂടെ അല്ലേ, നാട്യശാസ്ത്രത്തിൽ ഡാഷ് മുനി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ എല്ലാ മലയാളികളും ചോദിച്ചിട്ടുള്ളതാണ്. അത് എഴുതിയ വ്യക്തിയുടെ പേരെന്താണ്, ഭരതമുനിയാണ്. പ്രധാനമായും നൃത്തത്തെ പറ്റിയും നാട്യത്തെ പറ്റിയും അഭിനയത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിലും സംഗീതത്തിൻ്റെ റെഫറൻസും ഇതെല്ലാം എന്താ പറയുക, ഇണയേർന്ന് കിടക്കുന്ന സാധനങ്ങളാണല്ലോ. ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ സംഗീതത്തെ പറ്റിയിട്ടുള്ള റെഫറൻസ് ഉള്ള ഭരതമുനിയുടെ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താ പറയുക, വളരെ പണ്ട് കേട്ടോ, 2-ാം നൂറ്റാണ്ട് സിക്കും 2-ാം നൂറ്റാണ്ട് BC ക്കും ഒക്കെ ഇടയിൽ എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, നാട്യശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി അതിലെ മറ്റൊരു പുസ്തകമാണ് സംഗീത രത്നാകരം എന്ന് പറയുന്നത്. ഇത് ഈ മഹാറാണ ഓഫ് മേവാർ സംഗീതരാജ് എഴുതി എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് പല പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് സംഗീത രത്നാകരം
എന്ന് പറയുന്നത്. ഈ സംഗീത രത്നാകരം ഏകദേശം 13-ാം നൂറ്റാണ്ടിലൊക്കെ എഴുതുന്ന പുസ്തകമാണ്. എഴുതിയ ആളുടെ പേര് സാരംഗദേവനാണ്. ഞാൻ ആ പറഞ്ഞ എപ്പോൾ എഴുതി എന്നുള്ളതൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട, പക്ഷെ നിങ്ങൾ ആ പേര് ഓർത്തു വെക്കണം. സംഗീത രത്നാകരം എഴുതിയ ആളുടെ പേരെന്താണ്? സാരംഗദേവനാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? മഹാറാണ ഓഫ് മേവാർ ആണ്. മേവാറിലെ മഹാറാണിയായിരുന്ന മഹാറാണ കുംഭയാണ് സംഗീതരാജ് എഴുതിയത്. ഒന്നാമത്തെ ചോദ്യം. സംഗീതത്തെ പറ്റി സംസാരിക്കുന്ന വേദം സാമവേദം. രണ്ടാമത്തെ ചോദ്യം. നാട്യശാസ്ത്രം എഴുതിയ ആളുടെ പേര് ഭരതമുനി. മൂന്നാമത്തെ ചോദ്യം. സംഗീത രത്നാകരം എഴുതിയ ആളുടെ പേരെന്താണ്? സാരംഗദേവനാണെന്നുള്ള നാലാമത്തെ ചോദ്യം കൂടി എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. അഗെയിൻ ഈ പറഞ്ഞ എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4 ചോദ്യം ഓൾറെഡി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ മറക്കരുത്, കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ വേണം. അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. Who among the following is an exponent of the classical instrument സന്തൂർ? അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല. അതായത് സിത്താർ എന്ന് വെച്ചാൽ രവിശങ്കർ ആണ്, ഫ്ലൂട്ട് എന്ന് വെച്ചാൽ ഹരിപ്രസാദ് ചൗരസിയാണ്, തബല എന്ന് വെച്ചാൽ കിഷൻ മഹാരാജാണ് അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ ആണ്. അതുപോലെ സന്തൂർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ കാലങ്ങളായിട്ട് SSC അതിൻ്റെ ഓപ്ഷനിൽ ഇടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ശരിയുത്തരമായി നമുക്ക് തരുന്ന ഒരാളുണ്ട്. അതേ ആളെ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. സന്തൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണ്ഡിറ്റ് കുമാർ ഗന്ധർവൻ്റെയോ പണ്ഡിറ്റ് ഭീംസേൻ ജോഷിയുടെയോ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെയോ അല്ല, അത് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഒരു 10 വട്ടമൊന്നും പോരാ, ഈ ഒരു ഗ്യാപ്പിൽ ചോദിച്ചിട്ടുണ്ടാവുക. സന്തൂർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് അദ്ദേഹം ആ പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സന്തൂർ എന്ന് പറയുന്നത്. സന്തൂർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഓർത്തിരിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനിയും ആവർത്തിക്കാൻ പോകുന്ന ചോദ്യം തന്നെയാണ്. ഇതൊന്ന് ചിലപ്പോൾ ഒന്ന് മാറിയിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്. ജേണി വിത്ത് 100 സ്ട്രിങ്സ്. കേട്ടിരിക്കുക. ജേണി വിത്ത് 100 സ്ട്രിങ്സ്. ഈ സന്തൂറിൽ 100 സ്ട്രിങ്ങുകളാണ് അത്ര ഉള്ളത്. അതും എവിടെ ഞാൻ ചോദ്യമായിട്ട് കണ്ടു, എത്ര സ്ട്രിങ്ങുകളാണ് സന്തൂറിലുള്ളത് എന്നുള്ളത്. അതും ഇതും ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. ജേണി വിത്ത് 100 സ്ട്രിങ്സ് മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത് ഈ പറയുന്ന പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ആണെന്ന് ഓർത്തു വയ്ക്കാം. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ജേണി വിത്ത് 100 സ്ട്രിങ്സ് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവാറുള്ളൂ. ജേണി വിത്ത് 100 സ്ട്രിങ്സ് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു ചോദ്യം പറഞ്ഞു തന്നു. സന്തൂറിൽ എത്ര സ്ട്രിങ് ഉണ്ട്? സന്തൂറിൽ എത്ര സ്ട്രിങ് ഉണ്ട്? 100 സ്ട്രിങ് ഉണ്ട്. നമ്മുടെ സന്തൂർ സോപ്പല്ല, ഇതെന്താ ഈ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സന്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ സന്തൂർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ 100 സ്ട്രിങ്ങുകളാണുള്ളത്. അത് ഏറ്റവും ഇന്ത്യയിൽ വായിക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ വ്യക്തിയുള്ള ഒരാളാണ് പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അദ്ദേഹം എഴുതിയ ആ പുസ്തകമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ജേണി വിത്ത് 100 സ്ട്രിങ്സ് മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്ന് പറയുന്നത്. ഭീംസേൻ ജോഷി വോക്കലിസ്റ്റ് ആണ് നമുക്കറിയാം. രവിശങ്കർ സിത്താറാണ് നമുക്കറിയാം. കുമാർ ഗന്ധർവ്യം എന്ത് തന്നെയാണ്? ഒരു സിംഗറാണ്, മ്യൂസീഷ്യനാണ്. എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. അപ്പം അതും കിട്ടിയില്ലേ? എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ടാൻസൻ ഹു വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ നവരത്നാസ് ഓഫ് അക്ബർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പാട്ടുപാടി മഴ പെയ്യിക്കാൻ കഴിവുണ്ടായിരുന്ന അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ടാൻസൻ വാസ് ആൻ എക്സ്പേർട്ട് ഇൻ പ്ലേയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. താഴെ തന്നിട്ടുള്ളതിലെ ഏത് സംഗീതോപകരണം പ്ലേ ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹം എക്സ്പെർട്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് നഗാഡയാണോ, വീണയാണോ, സാരംഗിയാണോ, റബാബാണോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇത് ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മൾ ടാൻസൻ എപ്പോഴും കാണുമ്പോൾ ടാൻസിൻ്റെ കയ്യിൽ ഒരു വീണ പോലത്തെ സെറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ വീണ മാർക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ വെറും വീണയല്ല, അദ്ദേഹം പ്ലേ ചെയ്യുന്ന വീണയുടെ പേര് രുദ്രവീണ എന്നാണ്. രുദ്രവീണ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് കോഴ്സിൽ ഇതുപോലെ തന്നെ. ഈ രുദ്രവീണയുടെ മറ്റൊരു പേരാണ് റബാബ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ ഫ്ലൂട്ടിന് ബാൻസുരി എന്നൊരു പേര് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എനിക്കും പുതിയൊരു അറിവായിരുന്നു. രുദ്രവീണയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? റബാബ് എന്ന് പറയുന്നത്. അതായത് ഈ വീണ തന്നെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിലായി എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടാൻസൻ പ്ലേ ചെയ്തിരുന്ന വീണ രുദ്രവീണയാണ്, അല്ലെങ്കിൽ അതെന്താണ്? ഒരു റബാബാണ് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പം ടാൻസിൻ്റെ വീണയാന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുള്ള വീണ പ്ലെയേഴ്സാണ് ഉസ്താദ് ആസാദ് അലി ഖാൻ. എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീണ പ്ലെയർ ആണ്. അതിനേക്കാളും ചോദിക്കാറുള്ളൊരു പേരാണ് ബാലചന്ദർ. ബാലചന്ദർ എന്താണ്? ഒരു വീണ പ്ലെയർ ആണ്. അതുപോലെ ചോദിക്കാറുള്ള മറ്റൊന്നാണ്
ദ്വരം വെങ്കട്ടസ്വാമി നായിഡു. ഇതൊക്കെ കണ്ടിട്ടുള്ളതാട്ടോ, ഇതൊക്കെ വീണ പ്ലെയർ ആയിട്ട് ചോദിക്കുന്നതാണ്. ദ്വരം വെങ്കട്ടസ്വാമി നായിഡു എന്താണ്? മറ്റൊരു വീണ പ്ലെയർ ആണ്. അപ്പോൾ ടാൻസൻ, അക്ബറിന്റെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന ടാൻസൻ പ്ലേ ചെയ്തിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് റബാബ് അല്ലെങ്കിൽ രുദ്രവീണ എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ എക്സ്പേർട്ട് ആയിരുന്നു. മറ്റ് വീണ പ്ലേയേഴ്സ് കൂടെ ഒരു 3 ഞാൻ ഒന്നെടുത്താൽ 3 ഫ്രീ എന്ന് പറയുന്നത് പോലെ പിന്നെ പറഞ്ഞു തന്ന 3 പ്ലേയേഴ്സ് ആണ് ഉസ്താദ് ആസാദ് അലി ഖാൻ, എസ് ബാലചന്ദർ, അതുപോലെ ദ്വരം വെങ്കട്ടസ്വാമി നായിഡു എന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാലോ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അരുണ സായ്റാം, TM കൃഷ്ണ ആൻഡ് ഗായത്രി ഗിരീഷ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫോം ഓഫ് മ്യൂസിക്? അരുണ സായ്റാം, TM കൃഷ്ണ ആൻഡ് ഗായത്രി ഗിരീഷ്. ഒന്നല്ല 3 പേരുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചേക്കുന്നത്. അത് ജാസ് മ്യൂസിക്കോ, പോപ്പ് മ്യൂസിക്കോ, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കോ അല്ല. ഇവരെല്ലാവരും കർണാട്ടിക് മ്യൂസിക്കിലെ പ്രഗത്ഭരായ ആളുകളാണ്. ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അരുണ സായ്റാം, TM കൃഷ്ണൻ, ഗായത്രി ഗിരീഷ്. കുറച്ചും കൂടി ഒരു സൗത്ത് ഇന്ത്യൻ മണം ആ പേരുകൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ അരുണ സായ്റാം ഒക്കെ പിന്നെയും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ TM കൃഷ്ണ, ഗായത്രി ഗിരീഷ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് എന്ത് തന്നെയാണ്, സൗത്ത് ഇന്ത്യൻ പേരുകൾ തന്നെയാണ്. സോ ഓഫ് കോഴ്സ് ഏതായേ പറ്റൂ, കർണാട്ടിക് മ്യൂസിക് ആയേ പറ്റൂ. ജാസും പോപ്പും വരാം, ഹിന്ദുസ്ഥാൻ മാത്രമേ ഒമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരിക്കലും അത് കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ഗട്ട് ഫീൽ കിട്ടില്ലേ, അങ്ങനെ കിട്ടുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ കിട്ടും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അല്ലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്നതാണ്. TM കൃഷ്ണയൊക്കെ സ്ഥിരം ചോദ്യങ്ങളിൽ ഒന്നാണ്. TM കൃഷ്ണ ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. TM കൃഷ്ണയൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പേരുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. അരുണ സായ്റാം, TM കൃഷ്ണ ആൻഡ് ഗായത്രി ഗിരീഷ്, 3 പേരും കർണാട്ടിക് മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് മ്യൂസീഷ്യൻസ് ഈസ് പോപ്പുലർ ഫോർ ഹിസ് മാസ്റ്ററി ഓവർ ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സിത്താർ? ഇത് ഇതുവരെ തീർന്നില്ലേ എന്ന് ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് പേര് ആലോചിക്കുന്നുണ്ടോ? ബിക്കോസ് സിത്താർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കുറേ വട്ടം ആരുടെ പേര് കണ്ടു? രവിശങ്കറുടെ പേര് കണ്ടു. ഓപ്ഷനിൽ രവിശങ്കർ ഉണ്ടെങ്കിൽ പരിപാടി വളരെ എളുപ്പമായി. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഉള്ളത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലി അക്ബർ ഖാനാണ്. അലി അക്ബർ ഖാൻ എന്താണ്? ഒരു മ്യൂസീഷ്യനാണ്, സിംഗറാണ്. പിന്നുള്ളത് ബഹദൂർ ഖാനാണ്. പിന്നുള്ളത് അംജദ് അലി ഖാനാണ്. മക്കളെ ഓർത്തു വെക്കുക, ഇതിൽ ഈ അംജദ് അലി ഖാൻ എന്ന് പറയുന്ന ആളെപ്പറ്റി ചോദിക്കാത്ത പരീക്ഷകൾ വളരെ കുറവാണ്. അദ്ദേഹം പ്ലേ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സരോദാണ്. ബഹദൂർ ഖാൻ ആയാലും ഒരു സരോദ് പ്ലെയർ തന്നെയാണ്. പക്ഷേ അംജദ് അലി ഖാൻ്റെ അത്രയും എന്ത് ചെയ്തിട്ടില്ല, ചോദ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ റെസ്പെക്റ്റീവ് മ്യൂസിക് ഫീൽഡിൽ ആരാണ് വലുത്, ആരാണ് ചെറുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്യുന്ന ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ അംജദ് അലി ഖാൻ എന്ത് തന്നെയാണ്, സരോദ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പണ്ഡിറ്റ് രവിശങ്കറിന് സിത്താർ പോലെ, നമ്മുടെ പിന്നെ ആരാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹരിപ്രസാദ് ചൗരസിക്ക് ഫ്ലൂട്ട് പോലെ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക ഒന്നും കണക്റ്റ് ആവാതായിപ്പോയി. അതുപോലെ തബലയിൽ നമ്മൾ സക്കീർ ഹുസൈനും കിഷൻ മഹാരാജും ഒക്കെ പറഞ്ഞതുപോലെ സരോദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ടുന്ന പേരാണ് ആരെന്ന് പറയുന്നത്, അംജദ് അലി ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അംജദ് അലി ഖാൻ എന്ന് പറയുന്ന ആൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, സരോദുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ ചോദ്യം ഇതായിരുന്നില്ല, സിത്താറുമായി ബന്ധപ്പെട്ട ആൾ ആരാന്നുള്ളതാണ്. ഞാൻ രവിശങ്കറുടെ പേര് പറയുമ്പോൾ ഒപ്പം തന്നെ നിങ്ങളെ പഠിപ്പിച്ച മറ്റൊരു പേരായിരുന്നു ഇതെന്ന് പറയുന്നത്, വിലായത്ത് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ വിലായത്ത് ഖാൻ ആയാലും രവിശങ്കർ ആയാലും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സോറി സരോദല്ല, എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സിത്താറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ചോദ്യം ഇതായിരുന്നു, സിത്താർ എന്ന് പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായി ബന്ധപ്പെട്ടത് ആരാണ്? ഒന്നല്ല 2 പേര് നമ്മൾ പറഞ്ഞു. വിലായത്ത് ഖാൻ ആയാലും രവിശങ്കർ ആയാലും, രവിശങ്കർ ഇപ്പോൾ ഒരു 10 വട്ടമൊന്നും പോരാ അല്ലേ, അത്രയും വട്ടം നമ്മൾ പറഞ്ഞു എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സിത്താറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീണ്ടും 2 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇതായിരുന്നു, അംജദ് അലി ഖാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അംജദ് അലി ഖാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബഹദൂർ ഖാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബഹദൂർ ഖാനും സരോദുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് വിലായത്ത് ഖാൻ്റെ ചിത്രം എന്ന് പറയുന്നത്. കയ്യിലുള്ളത് സിത്താറാണെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ ഞാൻ അങ്ങനെ ഒരു പടം കൂടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഇപ്പോൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ CHSL ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുമ്പത്തെ വർഷത്തെ CHSLനും CGLനും എല്ലാം ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ തന്നിട്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് തന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറഞ്ഞില്ല. പകരം സ്റ്റാറ്റിക് GKയിലൊക്കെ നമ്മൾ പറയാറുള്ള പല സ്പോർട്സുകൾ തന്നിട്ട് ഇത് ഏത് സ്പോർട്ട് ഐറ്റം ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജാവലിൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മധ്യപ്രദേശിന്റെ മല്ല കമ്പ എന്ന് പറയുന്ന സാധനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നിട്ട് അത് ഏതാണ് ആ സ്പോർട്ട് അല്ലെങ്കിൽ ഏതാണ് ആ ഗെയിം എന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്ട്രുമെന്റ്സും അതുപോലെയൊക്കെ തരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതുകൂടെ പലതിനും ഒപ്പം ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ സിത്താർ എന്ന് വെച്ചാൽ 2 പേരുകൾ, രവിശങ്കർ വിലായത്ത് ഖാൻ. സരോദ് എന്ന് വെച്ചാൽ അംജദ് അലി ഖാൻ. ഫ്ലൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിപ്രസാദ് ചൗരസ്യ അല്ലെ. സന്തൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. അങ്ങനെയുള്ള സ്ഥിരം പേരുകളും സ്ഥിരം ആളുകളും എന്തായാലും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓൺ ദാറ്റ് പോസ്റ്റ് നോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Who among the following Indian music directors, specially known as a leading drummer of India, was awarded the പത്മശ്രീ in 2018? 2018 പത്മശ്രീ കൊടുത്ത് രാജ്യം ആചരിച്ച ആരാണ് ഈ കൂട്ടത്തിലെ പ്രശസ്തനായ ഡ്രമ്മർ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ ഡ്രമ്മർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ശിവമണി എന്ന് പറയുന്ന പേര് അല്ലേ. AR റഹ്മാൻ്റെ കൂടെയൊക്കെ ഒരുപാട് നല്ല സംഗീതം നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരുപാട് നന്നായി നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ശിവമണിക്കാണ് എന്ത് ചെയ്യുന്നത്, 2018 രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ച ഡ്രമ്മർ എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ CGLലെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതേ CGLന് തന്നെ വീണ്ടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദ മ്യൂസീഷ്യൻ ശിവമണി ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണോ, അതൊക്കെ ചോദിക്കും എന്നുള്ളവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു വർഷത്തെ പരീക്ഷയിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, വ്യത്യസ്തമായ വർഷങ്ങളിലല്ല. ഒരു വർഷത്തെ പരീക്ഷ തന്നെ ഉണ്ട്. ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് ചോദ്യമാണ്. ഒന്ന്, ഇന്ത്യയിലെ വളരെ ലീഡിംഗ് ഡ്രമ്മർ ആയിട്ടുള്ള 2018 പത്മശ്രീ കൊടുത്ത് ആചരിച്ച വ്യക്തി ആരാണ്. രണ്ടാമത് നേരെ തിരിച്ച് അവർക്ക് മറ്റേ എന്താ പറയുക, ചേഞ്ച് വേണത്രേ, ചേഞ്ച് അല്ലേ. ശിവമണി എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ഏത് ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഡ്രംസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ CGLന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും എൻ്റെ കയ്യിൽ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞ CGLലെ തന്നെ ഇന്ത്യൻ മ്യൂസിക് ആൻഡ് മ്യൂസീഷ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഈ സീരീസിൽ ഇനിയും ക്ലാസ്സുകൾ വേണമെങ്കിൽ അത് താഴെ നമ്മളെ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്കത് ഇഷ്ടമാവുന്നതിന്, നിങ്ങൾക്കത് ഉപകാരമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ, എനിക്ക് 1-2 ക്ലാസ്സുകൾ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇനിയും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ഇനിയും ഇതിൽ ക്ലാസ്സുകൾ ചെയ്യും. ഈ ക്ലാസ്സിൻ്റെ PDF-ഉം കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.